2024 നവംബർ 9 തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2024 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായ സന്തോഷ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയതെങ്ങനെ? ഉത്തരം 2025 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായതിലൂടെ. ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ലാപത്ത ലേഡീസ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് മറ്റൊരു ഹിന്ദി ചിത്രത്തിന് വേറൊരു രാജ്യത്തു നിന്ന് ഈ ബഹുമതി ലഭിച്ചത്. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടറായി ചുമതലയേറ്റ ആദ്യ വനിത. ഉത്തരം സർജൻ വൈസ് അഡ്മിറൽ ആരതി സരൻ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസിന്റെ 46ാം DGയാണ്. ഇന്ത്യയിൽ 2024 വന്യജീവി വാരാഘോഷം ആഘോഷിച്ചത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 2 മുതൽ 8 വരെ. ഓസ്കാർ പുരസ്കാര ജേതാവായ ഏത് അമേരിക്കൻ നടിക്കാണ് ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ജൂലിയ റോബർട്സ്. ജൂലിയയ്ക്ക് 2001 എറിൻ ബ്രോക്കോവിച്ച് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഓസ്കാർ ലഭിച്ചത്. ഏതെല്ലാം ആദിവാസി നൃത്തരൂപങ്ങളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയത്? ഉത്തരം മാവലരുടെയും മലവേട്ടവരുടെയും മംഗലം കളി, പണിയ നൃത്തം, ഇരുള നൃത്തം, പള്ളിയ നൃത്തം, മലയ പുല്ലയരുടെ ആട്ടം. പാലക്കാട് അകത്തെ തറയിലെ ശബരി ആശ്രമത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ 2024 ഒക്ടോബർ 1 സമാപിച്ചു. ശബരി ആശ്രമത്തിന്റെ സ്ഥാപകനാര്? ഉത്തരം TR കൃഷ്ണസ്വാമി അയ്യർ. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അധസ്ഥിത വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠനം നടത്താനുള്ള വിദ്യാലയം എന്ന നിലയിൽ 1923 ഗാന്ധിജയന്തി ദിനത്തിലാണ് ശബരി ആശ്രമം ആരംഭിച്ചത്. കേരളത്തിന്റെ സബർമതി എന്ന ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമായ സാക്ഷി മാലിക്കിന്റെ ആത്മകഥ പുറത്തിറങ്ങി. പേര്? ഉത്തരം വിറ്റ്നസ്. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ ചുറ്റുന്ന ഷാരോണിൽ ഏതെല്ലാം രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് അടുത്തിടെ കണ്ടെത്തിയത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയാണ് ഷാരോണിൽ